LPST റാങ്ക് ഹോൾഡർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശവമഞ്ചം ഒരുക്കിയായിരുന്നു ഇന്ന് പ്രതിഷേധിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ സെക്രട്ടേറിയറ്റ് പടിക്കൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സമരം നടത്തുകയും ചെയ്യുന്നത്. അത് അനിശ്ചിതകാല സമരത്തിലേക്ക് കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ കടക്കുകയും ചെയ്തിരുന്നു. എന്നോടൊപ്പം റാങ്ക് ഹോൾഡർ അശ്വതി ചേരുകയാണ്. ഇന്നിപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സമരം. കഴിഞ്ഞ ദിവസം പുല്ല് നിന്ന് പ്രതിഷേധിച്ചു, അതിന് മുൻപ് മണ്ണ് നിന്ന് പ്രതിഷേധിക്കൂ. അങ്ങനെ ഇത്തരത്തിലുള്ള വ്യത്യസ്ത സമരങ്ങൾ നടത്തിയിട്ടും സർക്കാർ കണ്ണു തുറക്കുന്നില്ല എന്നുള്ളതാണ്. അതെ, ഞങ്ങൾക്ക് അതാണ് അതിശയമുള്ളത്. ഞങ്ങൾ ഇത്ര സെക്രട്ടറിന്റെ ഫ്രണ്ടിൽ ഇത്രയും ദിവസം ഇങ്ങനെ പല രീതിയിലുള്ള, അതും മാന്യമായ രീതിയിൽ, അക്രമാസക്തമായ രീതിയിൽ ഒന്നും തന്നെയല്ല ഞങ്ങൾ സമരമാർഗങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും സർക്കാരിന്റെ കണ്ണ് തുറക്കുന്നില്ല എന്നുള്ളത് ഞങ്ങൾ അതിശയിപ്പിക്കുകയാണ്. ഇനി എന്തൊക്കെ ചെയ്താലാണ് സർക്കാരിന്റെ കണ്ണ് തുറക്കുക എന്നുള്ളതാണ് ഞങ്ങളെ അമ്പരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇത്തരത്തിലൊരു നാളത്തെ ഭാവി തലമുറകളെ പഠിപ്പിക്കേണ്ട അധ്യാപകരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും വിഷമമുള്ള രീതിയിൽ ഞങ്ങൾ അത്രയും ഉറക്കം നഷ്ടപ്പെട്ട് പഠിച്ചിരുന്ന ഒരുപാട് നാളുകളുണ്ട്. അതിനുശേഷം ഇങ്ങനെ സർക്കാരിന്റെ കണ്ണ് തുറക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു ചിതയൊരുക്കി പോലും ഞങ്ങൾ സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ വളരെ ദയനീയമാണ്. ഇത് കണ്ടിട്ടെങ്കിലും സർക്കാരിന്റെ കണ്ണ് തുറക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതിനെക്കുറിച്ച് പഠിക്കാൻ 2 മാസം സമയം വേണമെന്നുള്ളതാണ് സർക്കാർ നേരത്തെ പറഞ്ഞത്. പക്ഷേ ആ 2 മാസം ഇനിയിപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് നിർവാഹമില്ലല്ലോ അല്ലേ? ഇല്ല, 2 മാസം സമയം ചോദിക്കാന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഇതിൽ കുറെ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് 1:25 എന്ന അനുപാതം ഡിവിഷൻ ഫോൾ വരുന്ന സ്കൂളിൽ മാത്രം നടപ്പിലാക്കുക എന്നതാണ്. പക്ഷെ അതിന് സർക്കാർ ആവശ്യപ്പെടുന്നത് പോലെ ഇത്രയധികം സമയമൊന്നും ആവശ്യമില്ല. എന്നാൽ അതേസമയം എയ്ഡഡുകാർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളിൽ ഇത്ര സമയമോ കാര്യങ്ങളോ ഓർഡർ ഇറക്കാനോ ഒന്നും അവർ സമയം എടുക്കുന്നില്ല. അവർ പറയുന്ന ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി കൊടുക്കുമ്പോൾ ഇപ്പം ഞങ്ങളോട് ഒരു ഇരട്ട നീതിയാണ് കാണിക്കുന്നത്. എയ്ഡഡുകാർക്ക് വേറൊരു രീതിയിൽ, സർക്കാർ അധ്യാപകരാകാൻ പോകുന്ന ഞങ്ങളോട് മറ്റൊരു രീതിയിലാണ് ഞങ്ങളോട് പെരുമാറുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പിന്തുണ പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ടോ? എങ്ങനെയാണ് അത്തരത്തിലുള്ള നീക്കം? ഇന്നലെ ഇവിടെ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ MP ആയിരുന്ന രാജ്യസഭ MP ആയിട്ടുള്ള റഹീം സാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇത് മുഖ്യമന്ത്രിയെ അറിയിക്കാം എന്നുള്ളതും നേരിട്ട് സംസാരിക്കാം എന്നുള്ളതും ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന് മുന്നത്തെ ദിവസങ്ങളിൽ സനോജ് MLA സാറ് മുഖ്യമന്ത്രിയെ സമീപിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം സമീപിച്ചിട്ടും ഞങ്ങളിവിടെ വന്ന് കാണാനോ പിന്നെ ഒരു ചർച്ചയ്ക്കോ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലെ രാജ്യസഭ MP ആയിട്ടുള്ള റഹീം സാറ് വരികയും അദ്ദേഹം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് സംസാരിക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മുൻ മന്ത്രിസഭയിൽ LDF മന്ത്രിസഭ കാലത്തുണ്ടായിരുന്ന റിയാസ് സാറ് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും ഇതേപോലെ തന്നെ ഞങ്ങളുടെ പ്രശ്നം മുഖ്യമന്ത്രി മുമ്പാകെ അറിയിക്കാമെന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട്. തരത്തിലൊരു അനുകൂല തീരുമാനം വരും നാളുകളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? കാരണം നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന തരത്തിലേക്ക് നിങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് നിന്ന് പ്രതിഷേധിക്കുന്നു, പുല്ല് നിന്ന് പ്രതിഷേധിക്കുന്നു, ഇന്നിപ്പോൾ ശവമഞ്ചം ഒരുക്കി പ്രതിഷേധിച്ചു. അങ്ങനെ വ്യത്യസ്ത തരം സമരപരിപാടികൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് സമരം എത്രയും പെട്ടെന്ന് ഒരു അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകണം എന്നാണ്. കാരണം 36 ദിവസമായി ഞങ്ങളുടെ നാട് വിട്ടിട്ട് ഇവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടുകാർ പോലും ഒരുപാട് ആശങ്കയിലാണ്. ഒരു PSC റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് മകൾക്കോ മകനോ ഇങ്ങനെ തെരുവിൽ കിടക്കേണ്ട ഒരു അവസ്ഥ, അത് ഏതൊരു പാരന്റ്, ഏതൊരു കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം തന്നെയാണ്. അവരെന്ത് വിശ്വസിച്ചിട്ടാണ്, എന്ത് വിശ്വാസത്തിലാണ് ഇനി ഒരു PSC എക്സാമിന് അവർ പറയാം പഠിച്ചെഴുതൂ, അല്ലെങ്കിൽ PSCയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണെന്ന് അവർക്ക് എങ്ങനെ ഇനി പറയാൻ കഴിയുക? സത്യം പറഞ്ഞാൽ നല്ലൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇനിയും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ടീച്ചറുടെ സ്ഥിതി അത്രയും മോശമാണ്. കാരണം ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ തെരുവിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു മനുഷ്യജീവനാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഞങ്ങളെ കണ്ണു തുറക്കണം, സർക്കാർ എത്രയും പെട്ടെന്ന് കണ്ണു തുറക്കണം എന്നാണ് പറയാനുള്ളത്. തീർച്ചയായും റാങ്ക് ഹോൾഡർ അശ്വതി പറഞ്ഞതുപോലെ ഇവരൊക്കെ മനുഷ്യജീവനുകളാണ്. അപ്പോൾ സ്വാഭാവികമായും വരും നാളുകളിൽ കണ്ണു തുറന്നാൽ മാത്രമേ ഇവർക്കൊരു അനുകൂല തീരുമാനമുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാവുന്നത് പോലെ തന്നെ അവരുടെ സംസ്ഥാന നേതാവ് വളർമതി ടീച്ചർ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ നിരാഹാര സത്യാഗ്രഹ സമരം അനുഷ്ഠിക്കുകയും ചെയ്യുകയാണ്. ഇന്നിപ്പോൾ നിരാഹാര സത്യാഗ്രഹം 12ാം ദിവസവും അതോടൊപ്പം അനിശ്ചിതകാല രാപ്പകൽ സമരവും അത് 36ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നൊരു സാഹചര്യം കൂടിയാണ്. എയ്ഡഡ് നിയമനം PSCക്ക് വിടുക എന്നതടക്കമുള്ള അവരുടെ ആവശ്യങ്ങൾ ഏതായാലും അത് ന്യായമാണ്. മാത്രമല്ല മരണം വരെയും നിരാഹാര സത്യാഗ്രഹം തുടരും എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും അടുത്ത നാളുകളിലും വ്യത്യസ്ത തരം പ്രതിഷേധങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് വേദിയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. PV രഞ്ജിത്തിനൊപ്പം സെക്രട്ടേറിയറ്റിൽ നിന്ന് സി മലയാളം ന്യൂസ്.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.